അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. സാറേ, താഴേക്ക് ഇറങ്ങുന്നില്ലേ സാറേ? ഇറങ്ങുന്ന കാരണം 40 മിനിറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വേറെ ഒന്നുണ്ട്, താഴോട്ട് ഇറങ്ങിയാലാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാനും പറ്റും. സൂര്യകാന്തം നല്ലത്. കാരണം ഞാൻ ആദ്യം സൂര്യകാന്തം ആയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇതാ എൻ്റെ വീട്ടിൻ്റെ പേരാണ് ചന്ദ്രകാന്തം. അപ്പോൾ എനിക്കൊരു അബദ്ധം ചെറുതായിട്ട് പറ്റാതെ ഇല്ല. ചന്ദ്രകാന്തം ആൾ സെർച്ച് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ വീടിൻ്റെ പേര് സീരിയലിലോട്ട് പോകും. വൈകിട്ട് ഈ കരച്ചിലുണ്ടാകുന്ന ഒരു സീരിയലുണ്ട്, അതിലേക്ക് പോകും. അങ്ങനെ ഞാൻ പേര് മാറ്റി SSK ചന്ദ്രകാന്തം എന്നാക്കി. ശ്രീകുമാർ S കുറുപ്പ് എന്നുള്ളത് SSK ചന്ദ്രകാന്തം പരിഷ്കരിച്ചു. മറ്റല്ലെങ്കിൽ സീരിയൽ മൊത്തം സീരിയലിലോട്ടേ പോവുള്ളൂ. നമ്മളെക്കാളും പ്രസിദ്ധം അതാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്ത് വേണമെന്ന് ആലോചിക്കാം. നമ്മൾ കുറേ പേരെങ്കിലും അങ്ങോട്ട് പോയിട്ടില്ലേ? ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ 40 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. അപ്പം 40 മിനിറ്റ് കൊണ്ട് പോയി വരാൻ പറ്റുമോ എന്ന് സംശയമാണ്. പക്ഷേ വെള്ളച്ചാട്ടം കാണിച്ചില്ല എങ്കിൽ അതും മോശമാണ്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ ഇറങ്ങുകയാണ്. വണ്ടി നമ്മളെ വിട്ടിട്ട് പൊയ്ക്കളയോ എന്ന് ഒരു സംശയം ഇല്ലാതില്ല. നല്ല പ്രകൃതിയാണ്, നല്ല ഡെൻസ് ഫോറസ്റ്റാണ്, അതിനിടയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ സമയം ഉച്ചയോടടുത്തെങ്കിലും വലിയ ചൂടൊന്നുമില്ല ഈ മരങ്ങൾ കാരണം. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഇരമ്പൽ കേൾക്കാം. ഓക്കെ, ബൈ. ഹലോ സുഹൃത്തുക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഡേഞ്ചറാണ്, ശ്രദ്ധിച്ച് ഇറങ്ങുകയും വേണം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. ഇവിടെയൊന്നും കാണുന്നില്ല. അവരിനി ഇന്ന് വന്നില്ലെന്നും അറിയാൻ വയ്യ. ഓ സോറി. എഗൻസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് നേരെ കാണുമോ എന്നറിയത്തില്ല. പോയോ? പെട്ടെന്ന് മടങ്ങിയോ? എഗൻസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് കാണുമോന്നറിയത്തില്ല. വണ്ടി അവിടെ നിൽക്കുമായിരിക്കും. മക്കളെ ബായ്. ഓക്കെ, ഒന്ന് അത് പിടി, ഒന്ന് ഭാര്യ. ഹായ്. അതൊക്കെ നമ്മുടെ ആളുകളാണ്. അപ്പോൾ വെള്ളച്ചാട്ടം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടം തന്നെയാണ്. ആതിരപ്പള്ളി തന്നെയാണ്. ഇനി അങ്ങോട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ വെള്ളം തെറിക്കും. ഗ്ലാസിലൊക്കെ വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിറവം ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി വന്നതാണ്. നമ്മുടെ പിറവം സുഹൃത്തുക്കൾ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്, എവിടെയൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ബായ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ
ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അങ്ങ് കുഴിയിൽ ഇറങ്ങിച്ചെന്ന് കണ്ട് ആ സാഹസകൃത്യം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല സാഹസകൃത്യം തന്നെയാണ്. നമ്മുടെ കൂടെ പ്രഗത്ഭനായ സംഗീതജ്ഞൻ പാട്ടുകാരൻ രാജശേഖരൻ സാറുണ്ട്. അങ്ങനെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. മറ്റ് സുഹൃത്തുക്കളൊക്കെ അങ്ങ് എത്തി. അങ്ങനെ അവർ ചിലപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പം നമ്മൾ പരാതി ഉണ്ടാവാതിരിക്കാൻ അങ്ങ് പോവുകയാണ്. ശരിക്കും ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ശരിക്കും ഈ 40 മിനിറ്റ് പോരാ കാണണമെങ്കിൽ. അതാണൊരു പ്രശ്നം. ഓക്കെ, ബൈ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നല്ല പ്രകൃതിയാണ്. ഇപ്പോൾ എല്ലാവരും നടന്ന് ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് ഈ പ്രകൃതിയൊക്കെ എത്രത്തോളം ആസ്വദിക്കാൻ കഴിയും എന്നറിയാൻ വയ്യ. അതാ വരുന്നു. ആ ശരിക്കും ആ ഒരു പാട്ടാളക്കാരൻ വരുന്നത് പോലെയാണ് സാറ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കൾ എല്ലാം പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് സൈനികർ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ബായ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ആതിരപ്പള്ളി സാഹസ പര്യടനം വളരെ വിജയകരമായി പൂർത്തീകരിച്ച് വിജയശ്രീ ലാളിതരായിരിക്കുന്ന ഏതാനും ചെറുപ്പക്കാരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. കണ്ടോ, അവർ വളരെ സന്തുഷ്ടരാണ്. അപ്പോൾ അവരുടെ പ്രായം അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി കീഴടക്കാൻ ഉള്ളത് ആകെ എന്തേ ഉള്ളൂ, എവറസ്റ്റ് മാത്രമേ ഉള്ളൂ. ചേട്ടാ എവിടെ നിന്ന് വരുന്നു മക്കളെ? പെരിന്തൽമണ്ണ. ആ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പെരിന്തൽമണ്ണയിൽ. ഞാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നു. EMS പഠിച്ച പെരിന്തൽമണ്ണ സ്കൂളുണ്ടല്ലോ, അവിടെ ഞാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. എല്ലാ സാധനവും കിട്ടും. ഒരു പ്രധാന സെൻറ്ററാണ്. ആളുകളൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഓർമ്മകൾ എനിക്കുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയണം. ഹായ് ഹായ്. താങ്ക് യു. ഓ നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ സുധീർ സാറ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നിത്തിരി റിസ്ക്കാണ്, അങ്ങ് താഴെ ഇറങ്ങിയിട്ട് ഇങ്ങ് വരണ്ടേ. അപ്പോൾ അതാ പോയി ഞാൻ കുറേ പേര് പോയി. എനിക്ക് ഇത് ചിത്രം കിട്ടണമല്ലോ, അതുകൊണ്ട്. പിന്നെ കുറേ പേര് താഴെ ഇറങ്ങിയില്ല, കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ നോക്കി സാറിനെ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ കോർഡിനേറ്ററാണ് സുധീർ സാറ്. അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്ത്. എന്താ പേരെന്താ? ഗിരീഷ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നീങ്ങാം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ വിസിലടിച്ചിരിക്കുകയാണ്. എല്ലാവരും വന്ന് കയറി ഇരിക്കുന്നതിന് വേണ്ടിയാണ് വിസിലടിച്ചിരിക്കുന്നത്. ഹലോ നമസ്കാരം സാറേ. നമ്മുടെ സാരഥിയാണ് അനിൽകുമാർ സാറ്. നമ്മളെ സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഒരു സാരഥി മാത്രമല്ല, കോർഡിനേറ്ററും കൂടെയാണ്. കോർഡിനേറ്റർ കം സാരഥി. ഓക്കെ സാർ. ഓക്കെ. സാറിന് എന്താ പറയുക? സാർ താഴോട്ട് വന്നില്ലേ സാർ? ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള വസ്തുവകകൾ സംരക്ഷിച്ചുകൊണ്ട് സാർ ഇവിടെ ഇരുന്നു. ഓക്കെ, സാറിന് നന്ദി. ഓക്കെ, ബായ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വാഴച്ചാലിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി പുറത്ത് നിന്ന് വന്ന സുഹൃത്തുക്കൾ ഇവിടെ എത്തി. ഇവിടെയൊക്കെ ഉണ്ട്. അല്ല ആവേശം. അവർ വളരെ ആവേശത്തിലാണ്. വാഴച്ചാൽ നല്ല തിരക്കാണ്. ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കാണ്. അതാണ് പ്രകൃതി രമണീയമായ വാഴച്ചാലിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ഡേഞ്ചറാണ്. ഇവിടെ ഡേഞ്ചർ ഇല്ലയെന്ന് തോന്നും. ആളുകൾ വന്ന് കുളിക്കാനിറങ്ങും, ഒക്കെ പ്രശ്നമാണ്. ആ വഴുക്കലുള്ള പാറകളും ഒക്കെയാണ്. ശരിക്കും ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ബായ്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, വാഴച്ചാലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ഇത്തിരി സ്ലോയാണ്, ഇനി എത്തിയിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആതിരപ്പള്ളി ഇറങ്ങി 40 മിനിറ്റ് കൊടുത്തു. അന്നേരം അവർ കുറച്ചധികം എടുത്തു. 40 മിനിറ്റ് എന്നുള്ളത് 2.5 മണിക്കൂറേ എടുത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മലക്കപ്പാറ ചെന്ന് ഊണ് കിട്ടുമോ എന്നൊരു ചെറിയ സംശയം മാത്രം നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മലക്കപ്പാറയിലാണെങ്കിൽ 4-5 പേര് ഇരിക്കാവുന്ന ഒരു കസേരയിട്ട് ഇരിക്കാൻ തക്കവണ്ണമുള്ള ചെറിയ ചെറിയ ഹോട്ടലുകൾ ആണ് ഉള്ളത്. ടൂറാണ്. യൂട്യൂബറാ ഞങ്ങൾ. മാഡം, ഞങ്ങൾ വരുന്നത് പിറവത്തുനിന്ന്. അപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളിയിൽ ഇറങ്ങിയപ്പോഴേക്ക് 40 മിനിറ്റ് എന്ന് പറഞ്ഞു. ഒരിത്തിരി താമസിച്ചു പോയി. 2.5 മണിക്കൂർ മേളിൽ നിന്ന് എടുത്തു. പിന്നെ അങ്ങ് താഴെ കുഴി പോയി എടുത്തു. കാര്യം പറഞ്ഞ് വന്നപ്പോഴേ ഇത്തിരി താമസിച്ചു പോയി. ഹലോ മാഡം, നമസ്കാരം. നിങ്ങൾ വരുന്നത് തൃപ്പൂണിത്തുറ നല്ല ഐശ്വര്യമുള്ള സ്ഥലമാണ്. തൃപ്പൂണിത്തുറ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഒരു താല്പര്യമാണ്. കാരണം കലാകാരന്മാരുടെ ഒരു നാടാണ്. സാറ് നമ്മളുടെ ഒരു കലാകാരനാണ്. ചേച്ചിയുടെ പേര്? നിങ്ങൾ ബഡ്ജറ്റ് ടൂറിസം വ്യാപാരി വ്യവസായി. നിങ്ങൾ കാശുള്ള പാർട്ടികൾ. നിങ്ങളോട് നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ടോപ്പ്. ഓക്കെ ബായ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെയൊക്കെ വരുമ്പം പിന്നല്ലേ ഭക്ഷണം കൊണ്ട് വന്ന് സമാധാനമായിട്ടിരുന്ന് ഐശ്വര്യമായിട്ട് കഴിച്ച് ഒക്കെ പോവുക എന്നുള്ളതാണ്. നമ്മളിത് ബഡ്ജറ്റ് ടൂറിസം പലരും പല സ്ഥലത്തു നിന്നാണ് വരുന്നത്. 5:30 അവിടെ നിന്ന് കയറി 6:30 വേണമെന്ന് വെച്ചാൽ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഓർഡർ കൊടുത്തു. മാഡത്തിൻ്റെ പേര്? ലിജി. നേരത്തെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു മാഡം. ഇതൊക്കെ ഇങ്ങനെ ഉള്ള സമയത്തേ കിട്ടും. സുഹൃത്തുക്കളെ, നമ്മുടെ പൂർവികൻ ആണെന്ന് പറയുന്ന മാന്യദേഹം വളരെ സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇത് നമ്മളെ ആൾ തന്നെയാണെങ്കിലും പലപ്പോഴും നമുക്ക് എവരെ ഇങ്ങനെ അടുത്ത് കിട്ടാറില്ല. എന്നാലും നമ്മുടെ കൗതുകം ഭയങ്കരമാണ്. നമ്മുടെ പൂർവികനായതുകൊണ്ടായിരിക്കും. ചിലവർ നമ്മളെ ആക്രമിക്കും. അവർ നമ്മളെ പൂർവികനായതുകൊണ്ട് അവർക്ക് നമ്മളോട് സ്നേഹമോ ദേഷ്യമോ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് അത് അവർക്കറിയാം നമ്മളവരെ പൂർവികനാണ്, അല്ല നമ്മളെ പൂർവികനാണ് അവനെന്നുള്ളത്. പോകുന്നു. പുള്ളി ഇത്തിരി സൗഹൃദമുള്ള പാർട്ടിയാണ്. അങ്ങനെ വലിയ അഗ്രസീവ് അല്ലെന്ന് തോന്നുന്നു. ഓക്കെ ബായ്.